ഹായ് ഹലോ നമസ്കാരം. സോൾ ഓഫ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു നോൺ വെജ് ഐറ്റം ട്രൈ ചെയ്യാം കേട്ടോ. വെറും നോൺ വെജ് ഐറ്റമല്ല, ഇന്നൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണേ. ചിക്കൻ ബൂണ മസാല. നമുക്ക് എന്താ പറയുക, കുറച്ച് വെറൈറ്റി ആയിട്ട് വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അത് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. പോവാം വീഡിയോയിലേക്ക്. നമ്മൾ 1.5 കിലോ ചിക്കൻ ആട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് ലൂസായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേറൊരു മിക്സി എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു തക്കാളിയാണ് ഇട്ടെടുക്കുന്നത്. തക്കാളിയും കുറച്ച് ലൂസായിട്ട് നമുക്ക് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ വെക്കാം. കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഓപ്ഷണലാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 50% ഫ്രൈ ചെയ്യാൻ മതി കേട്ടോ. ഭയങ്കര ക്രിസ്പി ഒന്നും ആവണ്ട. കുറച്ച് അകത്തി ഇട്ട് കൊടുത്താൽ വേഗാവും കേട്ടോ. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി ലോ ഫ്ലെയിമിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി 2 സൈഡും ഇതുപോലെ മറിച്ചിടുന്നുണ്ട് കേട്ടോ. ചിക്കൻ ബൂണ മസാല ഉണ്ടാക്കാനായിട്ട് കുറച്ച് വലിയ പീസായിട്ട് ചിക്കൻ കട്ട് ചെയ്യുന്ന കേട്ടോ നല്ലത്. ആയിട്ടുണ്ട് 2 സൈഡും. ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വന്നപ്പോഴേക്ക് എടുത്തു കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ള ചിക്കൻ പീസും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. എല്ലാം വളരെ പെട്ടെന്നാവും. അതും അങ്ങനെ കോരി മാറ്റി വെച്ചു. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ വറക്കാൻ ഉപയോഗിച്ച വെളിച്ചെണ്ണ തന്നെയാട്ടോ അതിലേക്കും ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ആദ്യം കുരുമുളക് 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ജാതിപത്രി, കറുവപ്പട്ട, പെരിഞ്ജീരകം, ഏലക്ക, ഗ്രാമ്പു, ഇത്രയും സ്പൈസസ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതധികം മൂക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 4 സവാള കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. വളരെ കനം കുറച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. ഇതുപോലെ നല്ല ബ്രൗൺ കളറാണ് കേട്ടോ. സവാളയിൽ നിന്ന് ശരിക്കും എണ്ണ തെളിഞ്ഞു വരണം. ആ ഒരു പരിവാണ് കേട്ടോ വേണ്ടത് നമുക്ക്. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വാട്ടർ ആയിട്ടിരിക്കുന്ന കേട്ടോ നല്ലത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലി കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഗ്രീൻ ചില്ലി ചെറിയതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന തക്കാളിയുടെ പേസ്റ്റ് കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചിരിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് ഇത് എണ്ണ തെളിയുന്ന വരെ നമ്മൾ വാട്ടിയെടുക്കണം കേട്ടോ. ഇത് വഴറ്റിയെടുക്കണേ. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ, കട്ട തൈരാണ് ചേർക്കുന്നത്. അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുത്തു, ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കസൂരി മേത്തിയാണ് കേട്ടോ. കസൂരി മേത്തി നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ കിട്ടുന്ന ഒരു സാധനമാണ്. ഇനി ജാതിപത്രി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നമ്മൾ ചൂടുവെള്ളമാണ് കേട്ടോ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കുക, ഇല്ലെങ്കിൽ പച്ചവെള്ളത്തിനൊരു ചുവ ഉണ്ടാവും കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരും കേട്ടോ. ഇനി ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ചേർത്തിട്ട് നമ്മൾ ആദ്യം ഇളക്കിയില്ല, ഒന്ന് അടച്ചു വെച്ചു. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തുറന്നതാ നല്ല ആവി പറക്കുന്ന ചിക്കൻ ബൂണ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്താ പറയുക, ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ്റെ പീസ് നമുക്കൊന്ന് നോക്കാം. വളരെ ജ്യൂസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അത്രയ്ക്കും എന്താ പറയുക ക്രിസ്പി ഒന്നുമല്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. മസാല കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.